ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയുള്ളത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ മാത്സ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്കുള്ള ചോദ്യപേപ്പർ വേറെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസൊക്കെ അവൈലബിൾ ആവണമെങ്കിൽ വെറും 89 രൂപ കൊണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് വീക്കിലി 3 ക്ലാസ്സസ് ചാപ്റ്റർ വൈസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ട്യൂഷന് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് എടുത്ത കൂട്ടുകാർ നമ്മുടെ വാട്സപ്പിലോട്ട് ഹായ് മെസ്സേജ് ഇടണം കേട്ടോ. എങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കൂടുതൽ വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്കെന്നാൽ നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. നമ്മൾ ഫസ്റ്റ് ടേം എക്സാം ഇങ്ങെത്തി നിൽക്കുകയാണ്. മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളിടത്ത് കൂട്ടുകാരുടെ പേര് എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളിടത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ക്ലാസ് ഡിവിഷനൊക്കെ എഴുതാം കേട്ടോ. അത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു വാച്ച് ദി കോമ്പറ്റീഷൻസ്. Many competitions are available for children. First item is drawing pictures and they reached there. See what was written there. Come on, let's draw a picture. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? നമ്മുടെ മീരയും ഫ്രണ്ട്സും എന്തിനു വന്നതാണ്? കോമ്പറ്റീഷൻ കാണാനായിട്ട് വന്നതാണ് അല്ലേ. ഒരുപാട് കോമ്പറ്റീഷൻസ് അവിടെ കുട്ടികൾക്കായിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് എന്ത്, ഡ്രോയിങ് പിക്ചേഴ്സൊക്കെ കേട്ടോ. അങ്ങനെ അവരവിടെ എത്തിയപ്പോൾ അവിടെ എഴുതി വെച്ചത് എന്താണ്? കം ഓൺ ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. ലെറ്റ്സ് ഡ്രോ എ പിക്ചർ എന്നതാണ് എഴുതി വെച്ചത്. അപ്പം മക്കളുടെ അടുത്തുള്ള ചോദ്യം ഇതാണ്, ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. സർക്കിളും റെക്റ്റാങ്കിളും മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളടുത്തൊരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് രൂപം വേണമെങ്കിലും വരയ്ക്കാം. അവിടെ എന്ത് ഷേപ്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സർക്കിളും അതുപോലെ തന്നെ റെക്റ്റാങ്കിളും മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ടീച്ചർ ഇവിടെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഒരു ഫിഗർ വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സർക്കിൾ യൂസ് ചെയ്തു, വീണ്ടും സർക്കിള്, പിന്നെ നമ്മളൊരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്തു. ഓക്കെ, റെക്റ്റാങ്കിള് എല്ലാം റെക്റ്റാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്തു ടീച്ചർ, സർക്കിളും അതുപോലെ തന്നെ റെക്റ്റാങ്കിളും യൂസ് ചെയ്തിട്ട് ഒരു ഫിഗർ വരച്ചു. നിങ്ങൾ വരയ്ക്കും നല്ല വൃത്തിയായിട്ടൊക്കെ വരയ്ക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ആ 2 ഷേപ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് വരച്ചു കേട്ടോ. ഇനി നമുക്കുള്ള ചോദ്യം ഇതാണ്, ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ദി പിക്ചർ യു ഹാവ് ഡ്രോൺ. അതായത് നിങ്ങൾ വരച്ചിട്ടുള്ള ആ റെക്റ്റാങ്കിളിൻ്റെ പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്, നിങ്ങൾ വരച്ചിട്ടുള്ള പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ റഫായിട്ട് വരച്ചിട്ടുള്ള ഈ ഒരു പിക്ചറിൽ എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം അല്ലേ. നോക്കിക്കേ മക്കളെ, 1 2 3, ഇത് 4 5 അല്ലേ, പിന്നെ ഇവിടെ ഒന്നുണ്ട് അല്ലേ. അപ്പോൾ എത്രയും മൊത്തം 6 ഉണ്ട് അല്ലേ. എത്രയുണ്ട്? 6 റെക്റ്റാങ്കിൾസ് ഉണ്ട്. എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? 6 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കിക്കേ. പുട്ട് എ into mark against the statement which is not a characteristics of a rectangle. അതായത് താഴെ കുറച്ച് റെക്റ്റാങ്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ റെക്റ്റാങ്കിളിൻ്റെത് അല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ അതിനെന്തിടാൻ, തെറ്റിടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് വായിച്ചു പോകാം. അതിന് മുന്നേ കൂട്ടുകാർക്ക് അറിയില്ല എന്താണ് റെക്റ്റാങ്കിൾ, ഏതാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ്. ഇതാണ് റെക്റ്റാങ്കിൾ എന്നുള്ള ഷേപ്പ്. ഇതെല്ലാവരുടെ മനസ്സിലുണ്ടാവണേ ടീച്ചർ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കേ, ഹാവ് 4 സൈഡ്സ്. 4 വശങ്ങളുണ്ടായിരിക്കും. അത് കറക്റ്റാണോ സെൻറ്റൻസ്? ഓക്കെ, കറക്റ്റാണ് അല്ലേ. നമ്മുടെ തെറ്റുള്ളതിനെ തെറ്റിടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ടിക്കിട്ട് പോരാ കേട്ടോ. അടുത്ത നോക്കിക്കേ, ഹാവ് 4 കോർണേഴ്സ്. 4 മൂലകളുണ്ട്. ഇവിടെ ഒരു കോർണർ, ഇവിടെ ഒരു കോർണർ, ഇതൊരു കോർണർ, ഇതൊരു കോർണർ. അപ്പോൾ എത്രയാണ്? 4 കോർണർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്ത നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ.
ഇവിടെ വന്നപ്പോൾ ഒന്ന് നോക്കിക്കേ മക്കളെ, ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് രണ്ടിൻ്റെ ലെങ്ത്ത് നോക്കിക്കേ, ഈക്വൽ ആണോ? അതെ, ഈക്വൽ ആയിട്ടാണ് വരുന്നത് അല്ലേ. അതുപോലെ ഈ ഒരു വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു വശം എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ലെങ്ത്ത് എങ്ങനെയാണ്? ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ എന്നാണ് പറഞ്ഞത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല അല്ലേ, ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു മാർക്ക് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹിയർ ഈസ് എ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ഇറ്റ്? അതായത് നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടില്ലേ? ആര് വരച്ച പിക്ചറാണ്? വീണ വരച്ചിട്ടുള്ളൊരു പിക്ചറാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. നമ്മളോട് എന്താണ് പറഞ്ഞത്? ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ഇറ്റ് അല്ലേ. ആ ഒരു പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പം എത്രയാണ്? 1, 2, 3 3 റെക്റ്റാങ്കിൾസേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ 3 എണ്ണമാണോ? അല്ല അല്ലേ, കുറച്ച് റെക്റ്റാങ്കിൾസ് കൂടി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഇത് 1, 2, 3, അത് കൂട്ടുകാർക്ക് സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടി ചേർത്ത് ഒരു റെക്റ്റാങ്കിളൊക്കെ എടുക്കാം അല്ലേ. അപ്പോൾ എത്രയായി? 4 ആയി. ഇനി ഇത് മാത്രം എന്ത് ചെയ്യാം? നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആക്കാം. അപ്പോൾ 5 ആയില്ലേ. കഴിഞ്ഞോ? ഇല്ല അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആക്കി കൂടെ ഇങ്ങനെ. അപ്പോൾ എത്രയായി? 6 റെക്റ്റാങ്കിൾസ് ആയി. അപ്പം നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത് എത്രയാടാ? 6 ആണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വലിയ പ്രയാസമില്ലാത്തൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉത്തരത്തിലെത്താൻ പറ്റിയിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2A, കം വിൻ എ പ്രൈസ്. ആക്ടിവിറ്റി 2A, കം വിൻ എ പ്രൈസ്. എന്താണ്? കം വിൻ എ പ്രൈസ് എന്നതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി കേട്ടോ. നോക്കിക്കേ മക്കളെ, some instructions are placed on the other part of the exhibition counter. If you write the number as per the instructions, you will get a prize. See the instructions received by Meera. Find the number and write it on the number strip. എന്താണ് മക്കളെ ചോദ്യം? നമുക്കവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഏതാണ് ആ നമ്പർ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും എന്നുള്ള ഒരു കാര്യം നമ്മുടെ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം അത് നോക്കിയിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും നമ്മുടെ മീരയ്ക്ക് കിട്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഫൈൻഡ് ദി നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദി നമ്പർ സ്ട്രിപ്പ് എന്നാണ് പറഞ്ഞത്. ആ നമ്പർ സ്ട്രിപ്പിൻ്റെ മുകളിൽ ആ നമ്പേഴ്സൊക്കെ എഴുതിയിട്ട് ഇത് ഏതാണ് നമ്പർ എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, ആദ്യം തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ്? 300s, 8 10s, 5000s, 4 1s എന്നാണ് പറഞ്ഞത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? അവ ഈ സ്ട്രിപ്പിലേക്ക് എഴുതി നോക്കാം അല്ലേ. ആദ്യം ഏതാണ്? 1000 ആണ് എഴുതേണ്ടത്. അപ്പം എത്രയാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ? 5000 നമ്മൾ എഴുതി. പിന്നെ നമ്മൾ എഴുതണം 100s എഴുതണം അല്ലേ. എത്ര 100s ആണ്? 300s ഉണ്ട് അല്ലേ. എത്ര 100s ആണ്? 300s ഉണ്ട്. അത് നമ്മൾ എഴുതി. അടുത്തതോ 10s ആണ് എഴുതേണ്ടത് അല്ലേ. എത്ര 10s ഉണ്ട്? 8 10s ഉണ്ട്. എത്ര 10s ഉണ്ട്? 8 10s ഉണ്ട്. ഇനി നമുക്ക് എന്ത് എഴുതണം? 1s എഴുതണം അല്ലേ. എത്ര 1s ഉള്ളൂ? 4 1s ഉള്ളൂ. അപ്പോൾ ഏതാണ് മക്കളെ നമ്പർ വരിക? 5384. 5384 എന്നതാണ് അവിടെ നമുക്ക് നമ്പർ കിട്ടുക കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. 4000s, 3 10s ജോയിൻ ടു ഫോം. എത്രയാണ്? 4000s അല്ലേ. 4000സും 3 10സും ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 4000s ആൻഡ് 3 10s. 4000 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എഴുതാം അല്ലേ. 4000s. ഇനി എന്താണ്? 3 10s ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 3 10s. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു സ്ട്രിപ്പിൽ എഴുതാം. 3 10s എന്ന് പറഞ്ഞാൽ 13 ആണ് അല്ലേ. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 4013 എന്ന് കിട്ടും അല്ലേ. 4013 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, അടുത്തത് നോക്കിക്കേ. The number with 25 hundreds, 8 10s and 4 1s. എത്രയാണ് മക്കളെ പറഞ്ഞത്? 25 hundreds ആണല്ലേ പറഞ്ഞത്. 25 hundreds എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും മക്കളെ സംഖ്യ? 2500 ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ 8 10s എന്ന് പറഞ്ഞാൽ 80 ഉണ്ടായിരിക്കും. 4 1s ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2500നെ 2000ഉം അതുപോലെ തന്നെ 500s ആക്കി മാറ്റാലോ.
2000ഉം 500 ആയാലും എത്ര 2500 ആയില്ലേ. അപ്പോൾ നമുക്ക് തൗസൻഡുകളുടെ എണ്ണം ഇവിടെ എഴുതാം. എത്ര തൗസൻഡ് ആണ്? 2000 ഉണ്ട്. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 5 ഹൺഡ്രഡ്സ് ഉണ്ട്. എത്ര ടെൻസ് ഉണ്ട്? 8 ടെൻസ് ഉണ്ട്. 4 വൺസ് ഉണ്ട്. അപ്പോൾ എത്രയാണ് ആ സംഖ്യ കിട്ടുന്നത്? 2584 എന്ന് കിട്ടും അല്ലേ. 2584 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് മടിക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 ലെസ് ദാൻ ദി സ്മാൾ 4 ഡിജിറ്റ് നമ്പർ. 1 ലെസ് ദാൻ ദി സ്മാൾ 4 ഡിജിറ്റ് നമ്പർ. അതായത് നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാ മക്കളെ? നമുക്കറിയാമല്ലോ ഏതാണ്? 1000 ആണ് വരിക അല്ലേ. അതിനേക്കാൾ 1 കുറഞ്ഞ സംഖ്യയാണ്. 1000-നേക്കാൾ 1 കുറവെന്ന് പറയുന്നത് ഏതാണ്? 999 ആണ് അല്ലേ. 999 ആണ്. ഓക്കെ, അതിൽ നമുക്ക് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 9 ഹൺഡ്രഡ്സ് ഉണ്ട്. എത്ര ടെൻസ് ഉണ്ട്? 9 ടെൻസ് ഉണ്ട്. എത്ര വൺസ് ഉണ്ട്? 9 വൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഏതാണ്? 999 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്. അപ്പം പക്ഷേ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് മുഴുവൻ മാർക്ക് മക്കൾക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിൽ തന്നെയുള്ള ഒരു സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് 2160 എന്നതിനുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, 2000s and 6 tens അല്ലേ. 2000 പിന്നെന്താ പറഞ്ഞത്? 6 ടെൻസും ആണ് പറഞ്ഞത്. അത് 6116 ആവുമോ? ഇല്ല അല്ലേ. അടുത്ത് നോക്കിക്കേ, 2000 and 16 ടെൻസ്. 2000 and 16 ടെൻസ് ആണ് പറഞ്ഞത്. അത് കറക്റ്റ് ആവുമോ? ഇല്ല അല്ലേ. അപ്പോൾ 2060 ആവുള്ളൂ. അടുത്ത് നോക്കിക്കേ മക്കളെ, 2000 അല്ലേ. 2000 and 16 ടെൻസ് അല്ലേ. 16 ടെൻസ് എന്ന് പറയുമ്പോൾ എത്രയായി? 160 ആയില്ലേ. അപ്പോൾ നമുക്കറിയാം 200 + 116 എന്ന് പറയുന്നത് എത്രയാണ്? 2116. അതല്ലേ നമ്മളടുത്ത് കണ്ടെത്താനായിട്ട് പറഞ്ഞത്? 2116 എന്നതാണ് നമ്മളടുത്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. 2000s and 16 ടെൻസ്. 2000s and 16 ടെൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു ചോദ്യം നോക്കാം. നോക്കിക്കേ, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. എന്താണ്? ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നോക്കൂ. സി ദി നമ്പർ കാർഡ്സ് സാന്ദ്ര ഗോട്ട്. നമ്മുടെ സാന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ള നമ്പർ കാർഡ്സ് ആണ് താഴെ തന്നിട്ടുള്ളത് കേട്ടോ. വിച്ച് ഓഫ് ദി നമ്പർ സ്ട്രിപ്സ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദി നമ്പർ ഓൺ ദി കാർഡ് വിത്ത് സാൻഡ്ര. എന്താണ്? വിച്ച് ഓഫ് ദി നമ്പർ സ്ട്രിപ്സ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദി നമ്പർ ഓൺ ദി കാർഡ് വിത്ത് സാൻഡ്ര. അതായത് നമ്മുടെ സാൻഡ്രയുടെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സാൻഡ്രയുടെ കയ്യിൽ എന്തുണ്ട്? ഒരു നമ്പർ കാർഡ് ഉണ്ട്. ആ നമ്പർ കാർഡിന് തുല്യമായിട്ടുള്ള സംഖ്യ കിട്ടണമെങ്കിൽ ഈ ഒരു നമ്പർ സ്ട്രിപ്പിൽ നിന്ന് ഏതൊക്കെ നമ്പർ സ്ട്രിപ്പുകളാണ് എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മുടെ സാന്ദ്രയുടെ കൈവശമുള്ള സംഖ്യ ഏതാണ്? 6475 അല്ലേ. 6000 ആണ്. അപ്പോൾ 6000 എന്നുള്ള ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ എടുക്കണ്ടേ? 6000 എന്നുള്ള ഈ സ്ട്രിപ്പ് എടുക്കണം. പിന്നെ ഏതാണ്? 400 ആണ് അല്ലേ. അപ്പോൾ 400 എന്നുള്ള സ്ട്രിപ്പ് എടുക്കണം. പിന്നെയാണ് 17 എന്നുള്ള സ്ട്രിപ്പ് എടുക്കണം. അതുപോലെ തന്നെ 5 എന്നുള്ള സ്ട്രിപ്പും എടുക്കണം അല്ലേ. അപ്പോഴേ എത്രയാവുള്ളൂ? 6475 എന്ന് വരുള്ളൂ കേട്ടോ. അത് നമ്മൾ ചോദിച്ചത് ഇതാണ്. റൈറ്റ് ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി ഗിവൺ നമ്പർ സ്ട്രിപ്പ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് എഴുതാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏതൊക്കെ കാർഡുകൾ എടുക്കാം? 6000-ൻ്റെ കാർഡ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 400-ൻ്റെ കാർഡ് എടുക്കാം. 400-ൻ്റെ കാർഡ് എടുക്കാം. പിന്നെ നമ്മൾ ഏതാണ് എടുത്തിട്ടുള്ളത്? 70-ൻ്റെ കാർഡ് എടുത്തു അല്ലേ. 70-ൻ്റെ കാർഡ് എടുത്തു. പിന്നെ എന്തെടുത്തു? 5-ൻ്റെ കാർഡ് എടുത്തു. ഇതാണ് മക്കളവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി ഗിവൺ നമ്പർ സ്ട്രിപ്സ്. അതായത് നമുക്കിവിടെ കുറേ നമ്പർ സ്ട്രിപ്സ് തന്നിട്ടില്ലേ. ആ നമ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയല്ല, ഈ തന്നിട്ടുള്ള നമ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, എന്ത് വരും? 1000-ൻ്റെ പ്ലേസില്ലേ. അപ്പോൾ അവിടെ ഏറ്റവും വലുതായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 1000 വരുന്ന 1000-ൻ്റെ നമ്പർ സ്ട്രിപ്സ് ഏതൊക്കെയാണ്?
9,000 വരുന്നുണ്ട് അല്ലേ, 9,000 വരുന്നുണ്ട്, 6,000 വരുന്നുണ്ട്, 7,000 വരുന്നുണ്ട്. ഓക്കെ, ഇതിലേതാണ് മക്കളെ ലാർജസ്റ്റ് എന്ന് പറയുന്നത്? ഏതാണ്? 9,000 ആണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ, 9,000 ആണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1000ൻ്റെ സ്ട്രിപ്പിൽ നിന്ന് 9,000 സെലക്ട് ചെയ്തു. അടുത്തത് ഇനി ഏതാണ്? 100ൻ്റെ സ്ട്രിപ്പ് അല്ലേ. 100ൻ്റെ സ്ട്രിപ്പ് ഏതൊക്കെയാണുള്ളത്? 500ൻ്റെ സ്ട്രിപ്പ് ഉണ്ട്, പിന്നെയോ 600ൻ്റെ സ്ട്രിപ്പ് ഉണ്ട്, 800ൻ്റെ സ്ട്രിപ്പ് ഉണ്ട്, 300ൻ്റെ സ്ട്രിപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ഏതാണ് വരുന്നത്? അത് 800ൻ്റെ സ്ട്രിപ്പാണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലുള്ളതാണ് എടുക്കേണ്ടത്. ഏതൊക്കെയാണ് ടെൻസിൻ്റെ പ്ലേസിലുള്ളത്? 19 ഉണ്ട്, 15 ഉണ്ട്, 17 ഉണ്ട്, 16 ഉണ്ട് അല്ലേ. ഇതിലേതാണ് ഏറ്റവും നല്ലത് വരുന്നത്? ഏറ്റവും വലുത് വരുന്നത്, ഏറ്റവും ലാർജസ്റ്റ് വരുന്നത് ഏതാണ്? 19 ആണ് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വൺസിൻ്റെ പ്ലേസിലുള്ളതാണ് എടുക്കേണ്ടത്. അതിൽ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? 6 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? 6 ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തേ. എത്രയാണ് സംഖ്യ നമുക്ക് കിട്ടുന്നത്? 9,896 അല്ലേ. 9,896 അല്ലേ. 9896 എന്ന് പറയുന്ന സംഖ്യയാണ് നമുക്ക് തന്നിട്ടുള്ള സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഏറ്റവും ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ചോദ്യത്തിലോട്ട് പോവാം. ടേക്ക് എ ബീഡ് ഫ്രം ദി തൗസൻഡ്സ് പ്ലേസ് ഓൺ ദി അബാക്കസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി ടെൻസ് പ്ലേസ് വിച്ച് ഈസ് ദി നമ്പർ ഗോട്ട് നൗ. എന്താണ് മക്കളെ ചോദ്യം? അപ്പോൾ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യേണ്ട കാര്യം ടീച്ചർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ എന്താണ് ചോദിച്ചത്? നമുക്ക് അവിടെ ഒരു അബാക്കസ് തന്നിട്ടുണ്ട് അല്ലേ. അബാക്കസിൽ 1000ൻ്റെ പ്ലേസിലുള്ള ഒരു മുത്തെടുത്തിട്ട് ഒരു ബീഡ് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? 100ൻ്റെ പ്ലേസിലോട്ട് ഇടാനാണ് പറഞ്ഞത് അല്ലേ. 100ൻ്റെ പ്ലേസിലോട്ട് ഇടുകയാണെങ്കിൽ വിച്ച് ഈസ് ദി നമ്പർ ഗോട്ട് നൗ. അതായത് നമ്മുടെ 1000ൻ്റെ സ്ഥാനത്തുള്ള ഈ ഒരു മുത്ത് മാറ്റിയിട്ട് അത് എവിടെ ഇടാം? 100ൻ്റെ ഭാഗത്തോട്ട് ഇടണം. അപ്പോൾ സംഖ്യ എത്രയാണ് കിട്ടുന്നത്? 3,100 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 3,100 ആണ് നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ച് നോക്കിക്കേ. ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് നമ്പർ ആൻഡ് ദി നമ്പർ യു ഗോട്ട് നൗ. അതായത് നമ്മുടെ അബാക്കസിൽ ഇട്ടിട്ടുള്ള ഫസ്റ്റ് നമ്പറും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ അബാക്കസിൽ കിട്ടിയിട്ടുള്ള സംഖ്യ ഏതാണെന്ന് അറിയണം. ഏതാണ്? 1000ൻ്റെ ഭാഗത്ത് 4 ബീഡ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ എത്രയാണ്? 4,000 എന്ന് കിട്ടും അല്ലേ. എത്രയെന്ന് കിട്ടും? 4,000 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് എത്ര കിട്ടി മക്കളെ? 3,100 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അബാക്കസിൽ. അപ്പോൾ അത് തമ്മിലെ ഡിഫറൻസ് കാണാനായിട്ട് എന്ത് ചെയ്യണം? 4,000 മൈനസ് 3,100 ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 900 എന്നുള്ളത് ആൻസർ ആയിട്ട് വരും അല്ലേ. എത്ര കിട്ടും? 900 എന്നുള്ളത് ആൻസർ ആയിട്ട് വരും കേട്ടോ. 900 എന്നുള്ളത് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് 5,083? വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് 5,083? പുട്ട് എ ടിക്ക് മാർക്ക് ടു കറക്റ്റ് വൺ. അപ്പോൾ താഴെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 5,083. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? അതൊന്ന് എഴുതി നോക്കാം കേട്ടോ. 5,083 ഇതല്ലേ 5,083. ഇനി മക്കൾ ഓപ്ഷനിലോട്ട് ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അങ്ങ് മാർക്ക് ചെയ്യാനായിട്ട് തോന്നും അല്ലേ. പക്ഷെ അതാണോ കറക്റ്റ്? അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 5,083 എന്നതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.